എന്തായി? അയാളെ കണ്ടോ? ആ കണ്ടു. എന്നിട്ട്? ആള് ജനുവിനാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലേശം ഓവർ കോൺഫിഡൻസ് ഉണ്ടോന്നൊരു ഡൗട്ട്. അത് പ്രായത്തിൻ്റെതാവും, കാര്യമാക്കാനില്ല. മുരളിയോട് പറഞ്ഞോ? എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. അല്ല, അപ്പു എവിടെ? റൂമിലുണ്ട്. തനിച്ചാണോ? അതെ. എന്താ? ഒന്നുമില്ല. വി പി പോയതിനു ശേഷം റൂമിൽ തന്നെയായിരുന്നു. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മാളുവിന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മൂഡ് ഓഫ് ആവും. സാരമില്ല, അതൊക്കെ അങ്ങ് മാറും. അതിനെന്തിനാ അപ്പു മൂഡ് ഓഫ് ആവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ മാളുവിന്റെ എൻഗേജ്മെന്റ് ഉടനെ കാണുമായിരിക്കും അല്ലേ? മേ ബി. ഇനിയിപ്പോൾ അതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നിന്ന് പോയാളല്ലോ തിരിച്ചു വന്നപ്പോ. ആ പയ്യൻ കാര്യമായിട്ട് ഇംപ്രസ് ചെയ്ത മട്ടുണ്ടല്ലോ. ആ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഹീസ് ഡെയറിംഗ്ലി സ്മാർട്ട്. പോയി വേഷം മാറി വാ, ഞാൻ കഴിക്കാനെങ്കിലും എടുക്കാം. അപ്പൂൻ്റെ അടുത്തായിരുന്നോ? അപ്പു കഴിച്ചില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വി പി സംസാരിച്ചില്ലേ അവളോട്? ഇല്ല, എന്തോ ആലോചനയില്ല. ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഗീത, കിടക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് താക്കോൽ നമ്മുടെ മുറിയിൽ വെച്ചേക്ക്. മറക്കണ്ട. ഹലോ. അപ്പു. ആ, ഉറങ്ങിയില്ലേ? ഞാൻ കരുതി നീ ഉറങ്ങി കാണുമെന്ന്. എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പു. അതെന്താ? സുഖമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ഇന്നവിടെ നടന്നത്. എന്തായി അരുൺ പാക്കറിന്റെ പ്രപ്പോസൽ? അങ്കിളും ആന്റിയും പച്ചക്കൊടി വീശിയോ? എനിക്കറിയില്ല അപ്പു. എന്നോട് ആരും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞ എന്താ നിന്റെ തീരുമാനം? നിനക്ക് സമ്മതമാണോ? അതാ എനിക്കറിയേണ്ടത്. എനിക്കറിയില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. എന്നെ ഓർത്ത് വേണ്ടെന്ന് വെക്കണ്ട. ഞാൻ അങ്ങനെ പോയാ നീ തനിച്ചാവില്ലേ?
നീ എന്ത് ചെയ്യും? നിന്റെ ചോയ്സ് നീ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെ വേണമല്ലോ. എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ പറ്റില്ലല്ലോ. ആദ്യമായിട്ടാണ് അപ്പുവും മാളുവും തനിച്ചിറങ്ങുന്നത് അല്ലേ? ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.